സുഖമായിട്ടിരിക്കില്ലേ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലേ കണ്ണാ? സ്വാഗതം പറഞ്ഞേ. ഓ, അവിടെ ഇങ്ങനെ കട്ടലും മുട്ടലൊക്കെ കാരണം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുമോ കണ്ണാ? വീഡിയോ എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ഇവിടെ ഇപ്പോൾ ഫ്രണ്ടിൽ വന്നിരുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാലും എന്തെങ്കിലുമൊക്കെ സൗണ്ടുകളുണ്ടാവും. അകത്താണെങ്കിൽ അമ്മാമ്മയുടെ ഫോൺ വിളി, കല്ലുൻ്റെ ഫോണിലുള്ള കളിയൊക്കെ കാരണം ഞങ്ങളിവിടെ പുറത്ത് വന്നിരുന്നതാണ്. അപ്പോൾ ഇവിടെ തട്ടലും മുട്ടലൊക്കെ എന്താ ചെയ്യാൻ കണ്ടാൽ നമുക്ക് ആ പറമ്പിലേക്ക് പോയാലോ വീഡിയോ എടുക്കാൻ? അല്ലെങ്കിൽ നമുക്ക് പാടത്തേക്ക് പോയാലോ? അപ്പോൾ ഇന്ന് വീഡിയോ എന്തായാലും ഇടാൻ പറ്റില്ല എന്ന് തന്നെ ഞാൻ വിചാരിച്ചത്. കാരണം എനിക്ക് സംസാരിക്കാനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. പല്ല് ജസ്റ്റ് ഒന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് സംസാരിക്കാനൊക്കെ ആയിട്ട്. കെട്ടിയ 2 ദിവസത്തേക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. ഇപ്പോൾ കുറച്ച് ദിവസമായി 3-4 ദിവസമൊക്കെ ആയിട്ടുണ്ട് കെട്ടിയിട്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ സംസാരിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കണോ, പിന്നെ എനിക്ക് ക്യാമറയ്ക്ക് മുന്നിൽ വരാനും ഒരു ബുദ്ധിമുട്ട് ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. പക്ഷെ വരാതിരിക്കാൻ പറ്റില്ലല്ലോ. പല്ല് കെട്ടിയെന്ന് വിചാരിച്ചിട്ട് വരാണ്ടിരിക്കാൻ പറ്റില്ല. പല്ലിന് പൊങ്ങലും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ഒരു സൈഡിൽ നല്ല ഗ്യാപ്പ് ഉണ്ട്. നിങ്ങൾക്കും ചിലപ്പോൾ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ പ്രായം കൂടിയല്ലേ വരുന്നത്, ഇനിയിപ്പോൾ ഏജ് കുറേ അങ്ങോട്ടാകുമ്പോൾ ആകെ വൃത്തികേടായി കഴിഞ്ഞ് ബോറാവില്ലോ എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ കണ്ണനോട് ചോദിച്ചു. അപ്പോൾ കണ്ണൻ പറഞ്ഞാൽ ആദ്യം അമ്മ കെട്ടി നോക്ക്, അതിൻ്റെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ കണ്ണൻ്റെ ഈ കൊന്ത്രമ്പല്ലുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് പല്ലിങ്ങനെ നിൽക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ പല്ലും കണ്ണനും കൂടെ ഒന്ന് കെട്ടണമെന്ന് പറയുന്നുണ്ടായിരുന്നു. ആദ്യം എന്നോട് കെട്ടാൻ പറഞ്ഞേക്കാം, ഞാൻ കെട്ടിയിട്ട് സെറ്റ് ആവാണെന്നുണ്ടെങ്കിൽ കണ്ണൻ്റെയും കെട്ടി കൊടുക്കണം. അപ്പോൾ പിന്നെ കുറച്ച് കമ്പി വാങ്ങിയാൽ മതി, ഞാൻ കെട്ടി കൊടുത്തോളാം അല്ലേ? അമ്മ കെട്ടിത്തരാട്ടോ, കുറച്ച് കമ്പി വാങ്ങിയിട്ട് നമുക്ക് വലിച്ചങ്ങോട്ട് കെട്ടാം. അപ്പോൾ എൻ്റെ ഈ ചുണ്ട് ഇങ്ങനെ അടയ്ക്കണം, ഇങ്ങനെ ഇരിക്കണം എൻ്റെ പിന്നെ ചുണ്ട്. കണ്ണൻ ഇങ്ങനെ പിടിക്കുമ്പോൾ നല്ല രസമായിട്ടാണ് കാണാൻ. മുറിച്ചടാ. ഇതേ ചുണ്ടരൻ, ചുണ്ടരൻ. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പോയിട്ടില്ല കേട്ടോ. മിക്കവരും എൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട്, സ്വാതി വീട്ടിൽ നിന്ന് പോയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ പോയിട്ടില്ല. കുറച്ച് ദിവസം ഇപ്പോൾ സ്കൂൾ തുറന്നതിന് നിൽക്കാൻ പറ്റില്ലല്ലോ. പിന്നെ അങ്ങനെ മൊത്തത്തിൽ ഇപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ഇവിടെ നിൽക്കുമായിരുന്നു. ഇപ്പോൾ എന്തായാലും ഈ 2 ദിവസം കഴിയുമ്പോഴേക്കും എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട് തോന്നുന്നുണ്ടല്ലോ, 2 ദിവസം കഴിയുമ്പോഴേക്കും പോകണമെന്ന്. അപ്പോൾ എന്തായാലും 2 ദിവസം കഴിയുമ്പോഴേക്കും തിരിച്ച് പോകണം തന്നെ വിചാരിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇതിൽ മുൻപൊരു വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് എനിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ടുള്ള ചെറിയൊരു പ്രശ്നം, അപ്ലോഡിങ്ങിൻ്റെ പ്രശ്നം. പിന്നെ അതല്ല, ഞാൻ അതിലൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു. നമ്മളൊരു ചെറിയൊരു വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട് നമുക്ക്, അമ്മമാരുടെ ചെറിയ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതെന്ന് പറഞ്ഞാൽ അതിൽ ഞാനായിട്ടെന്ന് പറഞ്ഞാൽ ഒക്കെ അതിലെ അഡ്മിൻസ് ചേച്ചിമാരൊക്കെ വേറെയാണ്, അവർ നടത്തുന്ന കുറച്ച് കാര്യങ്ങളൊക്കെയാണ്. അതിൻ്റെ ഇടയിൽ ചെറിയൊരു പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വന്ന് ഇതാക്കി വെച്ചേക്കായിരുന്നു. പക്ഷെ ഇപ്പോൾ അത് റീസ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു പബ്ലിക് ഗ്രൂപ്പ്, ഒരു മാക്സിമം ആളുകളെ ഉൾക്കൊള്ളിപ്പിച്ചും കൊണ്ട് ഒരു പബ്ലിക് ഗ്രൂപ്പും കൂടെ നമ്മളിങ്ങനെ വിചാരിക്കുന്നുണ്ട്. അത് വേറെ ഒന്നിനുമല്ല, വേറെ ഒരു കാര്യം നമ്മളതിന് ലക്ഷ്യമാക്കുന്നില്ല. ആകെ ഒരേ ഒരു കാര്യം ഉദ്ദേശിക്കുന്നുള്ളൂ. ഇൻസ്റ്റയിലൊക്കെ എനിക്ക് ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്. ഞാൻ പരമാവധി ഇവിടെ വെച്ചൊക്കെ ഇങ്ങനെ, ഇവിടെ വെച്ച് എനിക്ക് ഫ്രീ ടൈം കൂടുതലാണ്. അപ്പോൾ ഞാൻ പരമാവധി മെസ്സേജസൊക്കെ നോക്കി എത്താനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും കുറേ മെസ്സേജുകളൊക്കെ ഹൈഡായി പോകുമോ, എനിക്ക് കിട്ടുന്നില്ല. അപ്പോൾ അങ്ങനെ കുറേ പേര് നമ്മളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റാണ്ട് വിഷമിച്ച്, പിന്നെ എന്നെ ഫോളോ ചെയ്യുന്നവരെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പല വഴികളും സ്വീകരിച്ച് നമ്മളിലേക്ക് എത്താൻ ശ്രമിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളിലേക്ക് എത്താനായിട്ടുള്ള ഒരു മാർഗം എന്ന നിലയ്ക്കും പിന്നെ ഈ പബ്ലിക് ഗ്രൂപ്പ് കൊണ്ട് വേറൊരു കാര്യവും നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വഴിയേ പറയാൻ പറ്റുള്ളൂ. ഇപ്പോൾ എനിക്കത് എന്തായാലും പറയാൻ പറ്റില്ല, കാരണം അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ഓക്കെ ആയതിന് ശേഷം ആ കാര്യങ്ങൾ ഞാൻ വന്ന് പറയാം. അപ്പോൾ ഇതൊരു പബ്ലിക് ഗ്രൂപ്പാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഗ്രൂപ്പിൻ്റെ കാര്യങ്ങളൊന്നും എനിക്ക് ചെയ്യാനായിട്ട് ഇതുവരെ പറ്റിയില്ല, കാരണം എനിക്ക് ഇവിടെ റേഞ്ചിൻ്റെ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ വീടെന്ന് പറയുന്നത് ഒരു പക്കാ ഗ്രാമപ്രദേശമാണ്. ഇവിടെ ഭയങ്കരമായിട്ട് റേഞ്ച്, ചിലപ്പോൾ നമുക്ക് കോൾ ചെയ്യണമെങ്കിൽ പോലും എനിക്ക് പുറത്തേക്ക് ഇറങ്ങി നിന്നിട്ട് കോൾ ചെയ്യേണ്ടതായിട്ട് വരാറുണ്ട്. അപ്പോൾ നെറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ എനിക്ക്
കുറച്ച് ഗ്രൂപ്പ് തുടങ്ങുന്നതിന് ഇപ്പോൾ നെറ്റിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ പേഴ്സണൽ നമ്പറിൽ നിന്ന് എനിക്ക് ഗ്രൂപ്പ് തുടങ്ങാനായിട്ട് പറ്റില്ല. അപ്പം ഞാൻ യൂട്യൂബിന് വേണ്ടി യൂസ് ചെയ്യുന്ന വാട്സപ്പിൽ നിന്ന് മാത്രമേ എനിക്ക് ഗ്രൂപ്പ് തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എനിക്ക് കൂടുതലായിട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ എനിക്ക് എന്തായാലും നെറ്റില്ലാണ്ട് എനിക്ക് നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് കുറച്ച് ഡിലേ ആയിട്ട് പോകുന്നത്. എന്തായാലും വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇന്നിപ്പോൾ ഈ വീഡിയോൻ്റെ തല എന്തായാലും എനിക്ക് തോന്നുന്നില്ല ലിങ്ക് ഇടാൻ പറ്റുന്നു. പിന്നെ ഇനി ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ താഴെ ഞാൻ നമ്മുടെ പബ്ലിക് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ എല്ലാ വീഡിയോൻ്റെ താഴെ ഇടാം. അപ്പോൾ എല്ലാവരും പറ്റുന്നവരൊക്കെ താല്പര്യമുള്ളവരൊക്കെ കയറിയിട്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ആവണം കേട്ടോ. അതിൻ്റെ കാര്യങ്ങളും കൂടെ ഞാൻ ഇതിൽ മുൻപ് എടുത്ത് വെച്ച് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീഡിയോൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഗ്രൂപ്പ് റെഡിയാക്കാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ. അപ്പോൾ കുറച്ച് കുഞ്ഞു സന്തോഷകരമായ കാര്യങ്ങൾ ഇനിയും എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാനുണ്ട്. പക്ഷെ എല്ലാം പ്രോസസ്സിങ് ആണ്, നടന്നുകൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ. അപ്പോൾ അതെനിക്കിപ്പോൾ അങ്ങനെ പറയാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇന്ന് ജസ്റ്റ് കണക്കുഞ്ഞിനെയൊക്കെ ഒന്ന് കാണിക്കാമെന്നൊക്കെ വിചാരിച്ച് മാത്രം വന്നിരുന്നതാണ് കേട്ടോ. ഇവനിവിടെ ഭയങ്കര കുറുമ്പാ അല്ലേ? ഭയങ്കര കുറുമ്പാ. മുടി വെട്ടിയിട്ടില്ല, അതുപോലെ അത് എനിക്ക് മുടി വെട്ടാനും തോന്നണില്ല. കാരണം നമുക്ക് വളർത്തിയാലോ, നമുക്ക് സൈഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്തിട്ട് നമുക്ക് വളർത്തിയാലോ. എന്നാലും ആരെ വന്നപ്പോൾ പറയണ്ടായില്ല, മാമൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോഴേ, ഇവിടെ ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് വന്നപ്പോൾ പറയണ്ടേ കണ്ണൻ ചുള്ളൻ അതിൽ നമുക്ക് ഒരു കമ്മൽ കുത്തിയാലോ എന്നൊക്കെ പറയണ്ടേ. കണ്ണന് കമ്മൽ കുത്തണം എന്ന് വിചാരിച്ചിട്ടേ കമ്മലൊക്കെ കുറേ നാളുകൾ 5 വർഷം മുൻപ് ഞാനൊരു കമ്മൽ മേടിച്ച് വെച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ മോനെ വേദനിപ്പിക്കാനായിട്ട് മനസ്സില്ലാത്തത് കൊണ്ട് ഞങ്ങൾ കമ്മൽ കുത്തണ്ട എന്നുള്ള തീരുമാനം മാറ്റി വെച്ചല്ലേ. എന്നാ ഒക്കെ വരുന്നുണ്ട, മഴ ഒന്ന് തോർന്ന് നിൽക്കുന്ന ഒരു സമയത്ത് തന്നെ ഉണ്ട് ഞങ്ങളിവിടെ വന്നിരുന്ന് വീഡിയോ എടുക്കുന്നത്. നമുക്ക് അകത്തേക്ക് പോവാം. എന്തെങ്കിലും ഒന്ന് പറയടോ. എനിക്കും അധികം കുറേ അങ്ങോട്ട് സംസാരിക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. കെട്ടിയതിൻ്റെ ഒരു ചെറിയ പ്രശ്നമുണ്ട് വലിയൻ്റെ. അപ്പം അത് കുറച്ച് അധികം നാളൊന്നും വേണ്ട, 6 മാസം അങ്ങനെയൊക്കെ വേണ്ടും. പൊന്തിയിട്ടൊന്നുമില്ലല്ലോ, ഗ്യാപ്പ് ഫില്ലാകാൻ വേണ്ടിയിട്ട്. അപ്പം എനിക്ക് 15, 14, 15 വയസ്സുള്ള സമയത്ത് വലിയ കെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതെനിക്ക് ആ സമയത്ത് SSLC എക്സാമൊക്കെ വന്നപ്പോൾ ഞാൻ തിടുക്കം കൂട്ടിയിട്ട് അത് അഴിച്ചു. അപ്പോൾ എനിക്ക് ഈ ഗ്യാപ്പ് നമ്മൾ പല്ലെടുക്കുമല്ലോ ആ സമയത്ത്, അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ലായിട്ടുണ്ടായിരുന്നില്ല ഈ സൈഡിലത്തെ. അപ്പോൾ ആ ഗ്യാപ്പ് ഇപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. പിന്നെ പ്ലെയിൻ കമ്പിയൊന്നും യൂസ് ചെയ്യലും കാര്യങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ ആ ഗ്യാപ്പ് ഇങ്ങനെ കൂടി വന്നു. ഇത് ഗ്യാപ്പ് ഫില്ലാവേണ്ടതും മാത്രമായത് കാരണം ഒരു 6 മാസം കൊണ്ടൊക്കെ ഇത് ഓക്കെ ആവും അല്ലേ. ഒരു 6 മാസം എന്തായാലും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാമെന്ന് തന്നെ വിചാരിച്ചു അല്ലേ. ഞാൻ കുറേ നാൾ മുൻപ് തന്നെ ഇടണം എന്നൊക്കെ വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ പലരും എൻ്റെ അടുത്ത് വന്ന് ഇടണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അഭിപ്രായത്തെക്കാളും കൂടുതൽ ഞാൻ പല സമയങ്ങളിലും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എടുക്കാറുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു വേണ്ട, വൃത്തിയേടാവില്ല, വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് പോയതാണ്. പക്ഷെ ഇനിയിപ്പോൾ അങ്ങനെ വലിയ വൃത്തിയുടെ കാര്യമൊക്കെ പോട്ടെ, ഒരു 6 മാസത്തേക്ക് നമ്മുടെ വൃത്തിയൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ പോട്ടെ, അത് കഴിയുമ്പോൾ ഇത്തിരി വൃത്തി കൂടുകയാണെങ്കിൽ അങ്ങോട്ട് കൂടട്ടെ എന്ന് വിചാരിച്ചു അല്ലേ. അത് കഴിഞ്ഞിട്ട് വേണുണ്ടോ കണ്ണൻ ഇടാനായിട്ട് കമ്പി. കണ്ണൻ എൻ്റെ അടുത്ത് പറഞ്ഞേക്കുന്നത് അതെ അമ്മ ഇട്, എനിക്ക് പല്ലിങ്ങനെ അടയ്ക്കാൻ പറ്റുന്നില്ല, വായ ഇങ്ങനെ അടയ്ക്കാൻ പറ്റുന്നില്ല, പെൺപിള്ളേരെയൊക്കെ കാണുമ്പോഴേ വായ ഒന്ന് അടച്ച് കാണിക്കാനൊന്നും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ണൻ എൻ്റെ അടുത്ത് ഭയങ്കര പരാതിയൊക്കെ പറഞ്ഞപ്പോൾ അമ്മ കെട്ടിക്കഴിഞ്ഞ് സെറ്റാവാണെന്നുണ്ടെങ്കിൽ കണ്ണൻ്റെ കെട്ടണമല്ലോ നമുക്ക്. കണ്ടേ അമ്മ കെട്ടിത്തരാടാ, കുറച്ച് കെട്ടുകമ്പി മേടിക്കുക, ഒരു ചുറ്റികയൊക്കെ എടുക്കുക, എന്നിട്ട് നമുക്ക് ഇങ്ങനെ വലിച്ച് കെട്ടാം. ഇത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വയ്ക്കുക. അപ്പോൾ വായ അടഞ്ഞു അല്ലേ. കണ്ണൻ്റെ ചിരി വരെ വായ അടഞ്ഞു അല്ലേ. വായ അടച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ, ഞാൻ നിർത്തത്. ഇനി ലെങ്തി കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് പിന്നെ അപ്ലോഡിങ്ങും വലിയ പ്രശ്നമൊക്കെ ആവും. അപ്പോൾ ടാറ്റയൊക്കെ പറഞ്ഞേ പറയേ ടാറ്റ പറയും. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ആകെ കുറക്കൊലത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ടാറ്റ പറയും. ടാറ്റാ എല്ലാവർക്കും. എവിടെ ക്യാമറ എവിടെയാണെന്ന് വെച്ചിട്ടാ? എവിടെയാ? അവിടെയാണോ, മുറ്റത്താണോ ക്യാമറ കൊണ്ട് വെച്ചേക്കുന്നത്? എവിടെ ക്യാമറ? അവിടെയാണ് ക്യാമറ. എന്നിട്ടാണ് അവൻ അങ്ങോട്ട് നോക്കിയിരിക്കുന്നത്. പറയും ഒരു ടാറ്റ പറയും. ടാറ്റാ ബൈ. കല്ലു അവിടെ ഉണ്ടല്ലേ, കല്ലുവിനെ നോക്കാണല്ലേ. ടാറ്റാ.